Hello everyone, welcome to G-Pod Class 8. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Pod 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങൾക്ക് പലർക്കുള്ള ഡൗട്ടാണ് ഓണം എക്സാമിന് സോഷ്യൽ സയൻസിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2-3 വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ചാപ്റ്റർ ഫുള്ളായിട്ടുണ്ട്. നിങ്ങളുടെ ഓണം എക്സാമിന് സോഷ്യൽ സയൻസിൽ ആദ്യത്തെ 4 ചാപ്റ്റർ ഫുള്ളായിട്ടുണ്ട്. 5ാമത്തെ ചാപ്റ്റർ പകുതി എന്ന് വെച്ചാൽ 5ാമത്തെ ചാപ്റ്ററിന് ഓണം എക്സാമിന് ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാം മിക്കവാറും ചോദിക്കുക. അപ്പോൾ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 5ാമത്തെ ചാപ്റ്റർ പകുതി എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ 1-2 ക്വസ്റ്റ്യൻസ് ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് 5ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2-3 കാര്യങ്ങൾ ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓണം എക്സാമിന് ഈ സോഷ്യൽ സയൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ ചാപ്റ്ററിലും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ള കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ നാഫി, വെൽക്കം ടു G-Pod Class 8. 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസിലെ അധിനിവേശവും ചെറുത്തു നിൽപ്പുന്നുള്ള 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 8 മുതൽ 10 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ശ്രദ്ധിക്കണം, 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അധിനിവേശവും ചെറുത്തു നിൽപ്പുന്നുള്ള 1ാമത്തെ ചാപ്റ്ററിന് 8 മുതൽ 10 മാർക്കിന് വരെ ചോദിക്കാം. 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് ഉള്ള ചാപ്റ്ററിന് 10 മുതൽ 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള 2ാമത്തെ ചാപ്റ്ററിന് 10 മുതൽ 12 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും. 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ റെവല്യൂഷൻ ഉള്ള ചാപ്റ്ററിന് 12 മുതൽ 13 മാർക്കിന് വരെ, 12 അല്ല, ഒരു 11 മുതൽ 13 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, 3rd ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. 11 മുതൽ 13 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, 3rd ചാപ്റ്റർ ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമം എന്നുള്ള 3ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കും. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എക്കണോമിക്സ് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി എന്നുള്ള ചാപ്റ്ററിന് 8 മുതൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എക്കോണമി ആൻഡ് ദി പ്രോബ്ലംസ് കേട്ടോ, ശ്രദ്ധിക്കണേ. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥ എന്നുള്ള 4ാമത്തെ ചാപ്റ്ററിന് 8 മുതൽ 10 മാർക്കിന് ചോദിക്കും. 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളുമുള്ള 5ാമത്തെ ചാപ്റ്ററിന് 2 മുതൽ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിനൊക്കെ അടിപൊളിയായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ചാപ്റ്റർ നല്ല ജിൽജിലായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതിന് നോട്ടുകൾ വേണം, ക്വസ്റ്റ്യൻസ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് നോട്ടുകൾ, ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ തരും. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ നല്ല സൂപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ നല്ല ജില്ലായിട്ട് പഠിക്കുകയാണെങ്കിൽ മക്കളെ, ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2ാമതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.